കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം 25-ന് ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം 25-ന് ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കും. എച്ച് സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ സമ്മേളനം ഈ മാസം 25-ാം തീയതി ബുധനാഴ്ച രാവിലെ ജെൻഡർ പാർക്ക് ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനം വിജയിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ്. ഒരു സംഘടനാ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അത് എത്രയും മെച്ചപ്പെട്ട നിലവാരത്തിൽ നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ MLA എച്ച് സലാം അവറുകളാണ്. സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് AA ഷുക്കൂർ അവറുകളാണ്. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ വർധനവ് നടപ്പാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പെൻഷൻ ബോർഡിനും സർക്കാരിനും നൽകിയിട്ട് 2 വർഷത്തിലേറെയായിട്ടും യാതൊരു തീരുമാനവും ആകാത്തത് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരവേദികളിൽ നിന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശ സമരങ്ങളെ സംബന്ധിച്ച് വളരെ നാൾക്ക് മുൻപ് തന്നെ ഗവൺമെൻറ്റിൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു സമരമുഖത്താണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ചെറിയ ഒരു ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലുണ്ട്. അതിനുശേഷം നിലവിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ മരവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. VA സിദ്ധാർത്ഥൻ, K മോഹനൻ, P കൃഷ്ണമൂർത്തി, D രാജൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.